സാർ തെറി വിളിക്കില്ലേ സാർ, തെറി വിളിക്കില്ലേ? ഞാൻ പറയുന്നത് കേക്ക് ആദ്യം. സാർ മര്യാദ പ്ലീസ്. സാർ അതായത് ഇവിടുത്തെ എല്ലാ വൻകിട മാട്രിമോണി ഗ്രൂപ്പുകളും ജാതി മത അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഈ ലവ്ലി കപ്പിൾ മാട്രിമോണി തികച്ചും മതേതരമായ ഒരു മാട്രിമോണിയാണ്. സാർ ഞങ്ങൾക്ക് മനുഷ്യരാണെന്നുള്ള ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ. സാർ ഞാൻ സാറിന്റെ മകളുമായി സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ആ കുട്ടിക്കൊരു പെൺകുട്ടിയുമായി ജീവിക്കണം എന്നാണ്. സാർ യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. അതുകൊണ്ടാണ് സാറിന്റെ മൊബൈലിലേക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചത് പെൺകുട്ടികളുടെ. സാർ ആദ്യം മകളുമായി സംസാരിച്ചിട്ട് ഒരു ധാരണയിലെത്ത്, എന്നിട്ട് എന്നെ വിളിക്കും ട്ടാ. കല്യാണത്തിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടക്കണേന്നറിയോ? മൊത്തം അലമ്പാടാ. എന്നിട്ട് നീ കിട്ടിയില്ലേ? ആ അനുഭവം കൊണ്ടാ ഞാൻ പറയണത്. നീ കെട്ടണേ കെട്ടിക്കോ, എനിക്കൊരു ക്ലയന്റിനെ കിട്ടും. പക്ഷെ നീ കെട്ടിയാ നീ പെടും ഷിജു. ഷിജുവേട്ടാ, അമ്മ സുഭാഷേട്ടനൊക്കെ പറയുന്നതിൽ കാര്യമില്ലേ? ഷിജുവേട്ടന് ഞങ്ങൾ നല്ലൊരു പെൺകുട്ടിനെ കണ്ടെത്തി തരും. ഞങ്ങളെ പോലത്തെ നല്ല ലൗലി കപ്പിൾ അല്ലേ സജിയേട്ടാ? ചായ വെച്ചില്ലേ? പോയിക്കൂടെ? എന്നാടാ ഊള ചായ കുടി. എന്ത് നല്ല ഭാര്യയാടാ നിനക്ക് കിട്ടി. തേങ്ങാക്കൊലയാണ്. ഇവിടെ ജോലിക്ക് വന്ന് ഇവളെ പ്രേമിച്ച് കെട്ടി. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ബാക്കി ഭർത്താക്കന്മാർക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴെങ്കിലും സ്വസ്ഥത കിട്ടൂലേ? എനിക്ക് ജോലിക്ക് വന്നാലും സ്വസ്ഥത കിട്ടൂല. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അവളോട് പറഞ്ഞു, എടി എന്തിനാ ഇങ്ങനെ ജോലി എടുത്ത് കഷ്ടപ്പെടുന്നത്, എനിക്ക് വീട്ടിലെങ്ങനെ എത്താൻ പോരെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറയണ്, എന്തിനാ നല്ലൊരു ജോലി കളയണേന്ന്. എടാ എൻ്റെ കയ്യിൽ നിന്ന് സാലറി വാങ്ങിയിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. പറയൂല. രക്തരക്ഷസുകളാടാ, നമ്മുടെയൊക്കെ ചോര ഊറ്റി കുടിക്കാൻ പോകുന്ന രക്തരക്ഷസുകൾ. സജിയേട്ടാ ആ ഞാൻ പോവാണേ. സുഭാഷേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പോട്ടെ, നേരത്തെ വരില്ല സജിയേട്ടാ. ബൈ ഷിജുവേട്ടാ. കൊന്നേനെ പിശാശി. ഞാനും വരുന്നു. എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നീ കൺവിൻസ്ഡ് ആവണല്ലേ? നീ എന്തെങ്കിലും ചെയ്, പോയി ചാവ്. ഫോട്ടോ ഉണ്ടേത്താ, ഞാൻ നോക്കാം. സുഭാഷ് ചേട്ടൻ്റെ അടുത്ത ഫോട്ടോ ആണ്. ആഹാ, ഈ മാട്രിമോണി നീ പൂട്ടിക്കോ. സുഭാഷ് ചേട്ടനുണ്ട്, സുഭാഷ് ചേട്ടൻ്റെ ഒരു അനിയനുണ്ട്. ഇതെന്തിനീ കൊടയുടെ പരസ്യത്തിന് ഫ്ലെക്സ് അടിക്കാനൊന്നുമല്ല. നടു നിർത്ത്. ഇനി ചിരിക്ക്. അത്രയും ചിരി വേണ്ട, 5 വല്ലതും മതി. ഇങ്ങനെ എടുത്തോ. എങ്ങനെയുണ്ടാ? എന്ത് ചെയ്തിട്ടൊരു മെന വന്നില്ലല്ലേ? മറി ഞാൻ കാണിച്ചുതരാം. കോടാ പിടിച്ചേ. ഫസ്റ്റ് പോസ്, സെക്കൻഡ് പോസ്, ഇത് കിട്ടണം. എടുത്തോ. നോക്കട്ടെ. സൂപ്പർ സുന്ദരാ. വാ. തൂറ്റാംബ്ലാക്കൽ ഹൗസ്. ഈ തൂറ്റാംബ്ലാക്കിൽ വെക്കണോ? ഷിജു ഭക്തം പോരെ? ഈ തൂറ്റാംബ്ലാക്കൽ എന്നൊക്കെ പറഞ്ഞ തറവാട്ട് പേരാണ്, അതാണ് പ്രശ്നം. ഹൈറ്റ് 5'6". അതൊന്നും വേണ്ട, ഇതെന്താ തൂക്കി വെക്കാനാ? മറ്റേതാണ് ഹൈലൈറ്റ്, അതെഴുതാം. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹ മോചനം. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹത്തിൽ. നിന്റെ കാരണമല്ലല്ലോ. നോക്ക്, ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇത് നോക്കാല്ലേ? ഇത് കൊള്ളാം. പൂജാ കൃഷ്ണൻ, തൃശ്ശൂർക്കാരിയാ. കൊടുക്കട്ടെ. ഇതാ, അത് വേണ്ട. അത് എന്താന്ന് വെച്ചാ നല്ല ഭംഗിയുണ്ട് ആ കുട്ടിക്ക്. ഇത് ഇതാ. ഇത് തിരുവനന്തപുരം. ഇത് എനിക്ക് ഓക്കെയാണ്. നോക്കട്ടെ, എന്റെ മുഖം നോക്കട്ടെ. ഇത് കാണാല്ലേ? അത് കൊള്ളാം. ഒന്ന് വന്നേ എന്റെ മിനി. അതെ ചേട്ടാ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. എന്റെ സങ്കല്പത്തില് കുറച്ച് മുടിയൊക്കെയുള്ള ഒരാളാണ് ഉണ്ടായിരുന്നത്. പെങ്കൊച്ച് തിരുവനന്തപുരം നമ്മൾ തമ്മിൽ സെറ്റ് ആവൂലടാ. എന്റെ വൈബ് വേറെ. ഇവരെന്താ ഡിക്ലൈൻ ചെയ്ത് കളിക്കണം? എന്താ ഒന്നും ആയിട്ടില്ല.
നീ പോലാട്ട് ഒരു സാധനം നിനക്ക് തരാൻ ഞാൻ മറന്നുപോയി. ആദ്യത്തെ 3 ആലോചന ഉണ്ടല്ലോ, അത് ഫ്രീ ആയിരുന്നു. ഇത് വീട്ടിൽ ചെന്നിട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി. അക്കൗണ്ട് എല്ലാം അതിലുണ്ട് കേട്ടാ. പയ്യന് കൃഷിയാണ്. നല്ല വല്ല ജോലിയുള്ള ആലോചനയായിട്ട് വന്നൂടെ? ഇതാണോ പയ്യന്റെ അച്ഛൻ? എന്റെ കരിയറിൽ ഇങ്ങനെ ഡിക്ലൈൻ ഞാൻ കണ്ടിട്ടില്ല. അമ്മേ, നമ്മൾ ഈ പാലക്കാട് പോയി കാണുന്ന പെണ്ണുണ്ടല്ലോ, മഹാലക്ഷ്മിയാണ്. പേരും മഹാലക്ഷ്മി എന്നാണ്. അമ്മേ, ഇവന്റെ അടുത്ത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാണ് ആദ്യത്തെ കല്യാണത്തിന്റെ കാര്യം മിണ്ടാ നിൽക്കരുതെന്ന്. അതല്ലേ മഹാലക്ഷ്മിക്ക് ഭയങ്കര ഫീലായി. ടിക്കറ്റും കിട്ടേ ഇപ്പൊ വേണ്ട പറയാം. സൂപ്പർ വട്ടയപ്പം കേട്ടോ. കുട്ടി ഉണ്ടാക്കിയതാ. ഷിജിക്കുട്ടിന് വട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ് അല്ലേടാ? ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ അല്ലേ? നീ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ കവലയിൽ വെച്ച് പരിചയപ്പെടുത്തിയ ആ ടീച്ചറിന്റെ അടുത്ത് പോയി സംസാരിച്ചിരുന്നല്ലേ? ആ ടീച്ചറെ ട്രാൻസ്ഫർ വാങ്ങി പോയി. ആ പിള്ളേരൊക്കെ ആകെ സങ്കടത്തിലാണ്. മടുത്തെനിക്ക്. ഇവിടൊക്കെ മാവ് പൂത്തല്ലോ. അതെ, ഫ്രാങ്കായിട്ട് പറഞ്ഞോണ്ട് ഒന്നും തോന്നരുത്. ഞങ്ങൾക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ല. അതും വെച്ച് കോഴിക്കോട് സേഹേ തന്നെയല്ല അമ്മ, ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഈ വീട്ടുകാർ തന്ന പോലെ നമുക്ക് വേറെ ഒരിടത്ത്. നിങ്ങളൊക്കെ തിന്നാൻ വേണ്ടിട്ടാണ് വരണേ. പെണ്ണിഷ്ടായിന്നാ? പെണ്ണിഷ്ടായി, പെണ്ണിനിഷ്ടായി ആണല്ലേ? നമ്മളിന്നലെ കാസർഗോഡ് പോയപ്പോ കണ്ട പെണ്ണില്ലേ, ആ പെണ്ണ് വേറെ പയ്യനെ ഇഷ്ടായി. ഓ കണ്ടോ, ഞാൻ പറഞ്ഞത് ഇവനെ കൊണ്ട് നടക്കൂല. ആദ്യത്തേനെ കിട്ടാൻ വേണ്ടി ഇത്ര പെടാപ്പാടൊന്നും പറ്റില്ലല്ലോ. അതങ്ങനെ തന്നെ പോയില്ലേ? ശിശുക്കുട്ട, നീ പേടിക്കണ്ടോ. നിനക്ക് നല്ല 1-ാം തരം പെണ്ണ് ഞാൻ കണ്ടുപിടിച്ചു. എവിടെ നിന്ന്? ബോംബെന്ന്. ഇവന് ഹിന്ദി അറിയില്ലല്ലോ. ഞാൻ ഇനി ഇല്ല ഇങ്ങോട്ട്. ചുമ്മാ നീ ഓരോ വീട്ടിൽ കയറുക, പപ്പടവിടെ തന്നെ ലഡുവില്ല. പരിപാടി ഇനി ആ വാക്ക് വേണ്ടി പോരുത്. ഇവിടെ ഒരു മണ്ണാങ്കട്ടെ നടന്നിട്ടില്ലെന്നേ. എന്നാലും ശുചിക്കുട്ടന്റെ ഒരു അവസ്ഥയെ ഒന്ന് കഴിയുമ്പോ മറ്റൊന്നെന്ന രീതിയിൽ ഓരോന്നിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതെ, എന്ത് ചെയ്താലും ഗതി കിട്ടാത്തൊരു ജനം. അത്രയ്ക്ക് എത്ര ആലോചന വെറുതെ വഴിയെ നടന്നു പോകുമ്പോ തല്ലു മേടിക്കാനും വേണം ഒരു യോഗം. സമ്മതിക്കോ? मम्मी ने कहा था ना, इससे नहीं होगा. हमें एक अच्छा मैट्रिमोनी जाना था. ബോംബെന്ന് നിന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നിട്ട് കാലം കുറെ ആയല്ലോ എൻ്റെ മിനി. ഇനി ഹിന്ദി വിടാനായിട്ടില്ലേ? ഓ, ഈ വയസ്സാം കാലത്ത് നിനക്ക് വേണ്ടി ഇനി ഹിന്ദി പഠിക്കാൻ പോവാ. അടങ്ങി കിടന്നു. അല്ലെങ്കിൽ തന്നെ അവന് പെണ്ണ് കിട്ടാനുള്ള, പിന്നെയാണ് ഈ കോലത്തില്. അത് വിട് സജി, എന്താ ഇപ്പൊ നമ്മുടെ അവസ്ഥ? അമ്മേ, ഇവനെ കിടത്തി പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ആദ്യത്തെ കല്യാണത്തിന്റെ ക്ഷീണം നമുക്കുണ്ട്. നിങ്ങൾ ജാതകം നോക്കണമെങ്കിലും പെണ്ണുകൂട്ടുകാരെ നോക്കണ്ട്. സൗന്ദര്യം പിന്നെ നിനക്ക് പ്രശ്നമല്ലല്ലോ, പെണ്ണുകൂട്ടുകാർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് നടക്കൂല. നീ എന്നെ കണ്ണൂരിച്ച് പേടിപ്പിക്കാന്ന് വേണ്ട, ഞാനവിടെ വരട്ടെ. സോറി, നിന്നെ കണ്ട് ഇപ്പൊ എത്ര പ്രായം തോന്നിക്കും? 30. 30. നീ അടുത്ത് കണ്ണാടി നോക്കാറില്ലല്ലേ? ഏതെങ്കിലും കുട്ടികളും നിന്നെ ഈ അടുത്ത് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ടാ? എല്ലാവരും അങ്കിൾ അങ്കിൾ എന്നല്ലേ വിളിക്കാറ്. ഷിജു നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു 40-42 തോന്നിക്കും അമ്മേ. ഏജ് ഓവറായി, ഫീൽഡ് ഔട്ടാണ്. എന്റെ സജേട്ടാ, നിങ്ങളിങ്ങനെ മുടക്ക് മാത്രം പറയല്ലേ. ഷിജുവിന്റെ കല്യാണം നടത്തിയിട്ട് വേണം അമ്മേനെ വന്ന് കൊണ്ടുവരാൻ. ഇപ്പൊ തന്നെ വരുമോ? തമാശ കളസജി, വല്ലോ നടക്കുവോ? ആ, നല്ലൊരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. എന്താടാ നിനക്ക് ഈ സെക്കൻഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? സെക്കൻഡ് ആ, രണ്ടാം കെട്ട്. എന്റെ പൊന്നു ശുചിക്കുട്ടാ, നീ ഒന്ന് അടങ്ങി കിടക്ക അവിടെ. എന്റെ ഒന്നാമത്തെ അല്ലേടാ. എടാ, നിന്റെ ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞത് ഡിവോഴ്സായി. നാട്ടുകാർ പറയണത് നിന്റെ പ്രശ്നം കൊണ്ടാണ് ആ പെണ്ണ് പോയെന്നാണ്. സത്യം നമുക്കല്ലേ അറിയുള്ളൂ അമ്മേ. ഈ രണ്ടാം കെട്ട് നിങ്ങൾ വിചാരിക്കണോട്ട് അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഈ ആദ്യ കെട്ട് കഴിഞ്ഞിട്ടേ അടിപിടിയായി അലമ്പായി അവരവരുടെ വീട്ടിൽ പോയിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. ഈ സമയത്ത് ഇവർക്ക് പ്രത്യേക തരം ഒരു മെച്ചോറിറ്റി വരും. അതോടുകൂടി രണ്ടാം കെട്ട് ഫുൾ സെറ്റാണ്, ഫുൾ പവറാണ്, സൂപ്പറാണ് പരിപാടി. എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് അറിയാമേ. ഹോ, ശരിക്കും മൂന്നാമത്തെ ആണ്
മൂന്നാമത്തെ വേണ്ട, രണ്ടാമത്തെ മതി. നിനക്ക് ഓക്കെ ആണീ പറ, നല്ലൊരു ആലോചനയുണ്ട്. പറ ഏതാ കുട്ടി? പേര് സജിത, പോലീസിലാണ്. പോലീസാ? അടിപൊളി. എന്തായാലും വീട്ടിലൊരു പോലീസ് ഉള്ളത് നല്ലതാ. ആ, വീട്ടിലൊരു പട്ടിയുള്ളത് നല്ലത് കേട്ടിട്ടുണ്ട്. പോലീസ് ഉള്ളത് ആദ്യമായിട്ട് കേൾക്കണം. ഈ പോലീസ് ഒന്നും ശരിയാവൂലോട്ടോ. എടാ ആദ്യത്തെ എന്തോ കുഴപ്പം പിടിച്ചത് കൊണ്ടല്ലേ ഇത് വേണ്ടാന്ന് വെച്ചത്. നല്ല കുട്ടിയാണെ രണ്ടാം കെട്ടാണേലും എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. നിനക്കതൊക്കെ ഒരു പ്രശ്നമാണോടാ? അതിന്റെ ഒന്നും അല്ലെന്നേ, ഈ രണ്ടാം കെട്ടിനൊന്നും അല്ല. പിന്നെ ഈ പോലീസുകാർക്ക് കല്ല് പൊറിച്ച മനസ്സായിരിക്കും, കട്ടിന ഹൃദയരാണ്. എന്റെ സുബേട്ട, നമ്മളെത്ര വനിതാ പോലീസിനെ റോട്ടിൽ കാണുന്നത്. ഒരാളെ പ്രേമിച്ച് വീട്ടിൽ കയറ്റി കൊണ്ടുവരാൻ തോന്നിണ്ട. എടാ അതാണ് എന്റെ ഒരു പവറടാ. എനിക്ക് എത്ര പവറും വേണ്ടെന്നാണ് ഈ പറയണത്. എടാ നമ്മുടെ പോലീസ് ഫോഴ്സിലൊക്കെ നല്ല സുന്ദരി കുട്ടികളുണ്ട്, മിടുക്കി പിള്ളേര്. ആ, അത് പറഞ്ഞപ്പോഴാണ് എന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആഹാ, കാണട്ടെ. ദാ, കണ്ടോ? നല്ല കാണിച്ച് കാണിച്ച്. കണ്ടോ? ആ, കൊള്ളാം. പക്ഷെ ചെറുതായിട്ട് തടി കൂടുതലില്ലേ? എന്റെ പൊന്നു മിനി, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ട് പറയല്ലേ. ആ, അല്ലെങ്കിലും നല്ല തണ്ടും തടിക്കുള്ള കുട്ടിയാണ് ഷിജുവിന് നല്ലത്. അതെ. മോനെ ആദ്യം ചെന്ന പെങ്കുച്ചിരുന്ന് കാണും. എന്നാലല്ലേ കല്ലാണോ മണലാണോ ചരലാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. ആ, അങ്ങനെ പറ. വാ ഷിജു. അതെ, നീ ഒന്ന് പോയി കാണ്. അടങ്ങി കിടക്ക്. ഞാൻ വിളിക്കാം.